So welcome back to Aifer Education. Noorvin thaneyanu. Ini നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ അതായത് തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞ മേജർ കൺസംഷൻ തിയറീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ കൺസംഷൻ ആൻഡ് കൺസംഷൻ തിയറീസ്, അതുമായി ബന്ധപ്പെട്ട് UGC നെറ്റിൽ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിസ് എക്സ്പ്ലെയിൻസ് വാട്ട്? എന്താണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡ്യൂസർ ബിഹേവിയർ, ഇൻഫ്ലേഷൻ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിലേതാ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിസ്? നിങ്ങൾ നോക്കണേ, 2020 സെപ്റ്റംബറിൽ ചോദിച്ച ക്വസ്റ്റ്യനാ, അതായത് പക്കാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളത്. സോ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിസ് ഈസ് മിയർലി റിലേറ്റഡ് ടു ദി കൺസ്യൂമർ ബിഹേവിയർ അല്ലേ? കൺസംഷൻ തിയറി അല്ലല്ലോ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിലൂടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി കൺസ്യൂമർ ബിഹേവിയർ, അതായത് ഒരാളുടെ കൺസംഷനെ ബാധിക്കുന്ന എങ്ങനെയാണ്, എന്താണ് കൺസംഷനെ ബാധിക്കുന്ന ഘടകം, അതായത് അബ്സല്യൂട്ട് ഇൻകം ആണ് ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിലൂടെ കെയ്ൻസ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഹിയർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, consider the following statements regarding the consumption function fitted by Simon Kuznets to US economic data for the period 1869 to 1938. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷൻ പസിൽ ഉണ്ടല്ലോ, ആ കൺസംഷൻ ഫംഗ്ഷൻ പസിലുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, there appeared no constant term, there appeared no constant term in the linear consumption function. അതായത് കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ കോൺസ്റ്റന്റ് ടേം ഇല്ല എന്നതാണ് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി APC റിമൈൻസ് കോൺസ്റ്റന്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ ആ ഫംഗ്ഷൻ കൺസംഷൻ ഫംഗ്ഷൻ പസിലുമായിട്ട് ശരിയായത് ഏതെന്നാണ് ചോദ്യം. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷൻ എന്താണ്? C is equal to BY. കെയ്ൻസിൻ്റെതോ C is equal to A plus BY. ഇത് കെയ്ൻസിൻ്റെതാണ്, ഇത് കെയ്ൻസിൻ്റെതാണ്, ഇത് കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷൻ ആണ്. ചോദ്യം എന്താണ്? ഒന്നാമത്തത്, there appeared, കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ there appeared no constant term. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതാണ് ഓട്ടോണമസ് കൺസംഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് A കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് തന്നെ കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ there is no constant term. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 1 ഈസ് റൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? APC റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലേ? APC റിമൈൻസ് കോൺസ്റ്റന്റ്, അതും ശരി തന്നെയാണ്. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ആസ് ഇൻകം ഇൻക്രീസസ് APC ഫാൾസ് ആയിരുന്നു, ബിക്കോസ് there exists a less than proportionate relation between consumption and income. But when it comes to the Kuznets consumption function, he said that as income increases, consumption also increases in a proportionate manner. Consumption കൂടുമ്പോൾ അതേ പ്രൊപ്പോർഷനിൽ തന്നെ, ഇൻകം കൂടുമ്പോൾ അതേ പ്രൊപ്പോർഷനിൽ തന്നെ കൺസംഷൻ കൂടുന്നു. എന്താ കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷൻ പസിലിൽ പറഞ്ഞത്? ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ഇൻ എ പ്രൊപ്പോർഷനേറ്റ് മാനർ. ഇൻകം എത്രയാണോ കൂടുന്നത് അതേ പ്രൊപ്പോർഷനിൽ തന്നെ കൺസംഷനും കൂടുന്നു. അതുകൊണ്ട് തന്നെ കുസ്നെറ്റിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ APC എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഹിയർ option 2 also right. APC remains constant as income increases. So for this particular question, both statements are true. നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും ബോത്ത് എന്നാ. ചിലവർ നമ്മൾ കാണുമ്പോൾ തന്നെ വിചാരിക്കും രണ്ടും ശരിയാന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം ബോത്ത് കാണും, അപ്പം തന്നെ അതും ക്ലിക്ക് ചെയ്യും. അല്ല, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് ട്രൂ എന്നാണ് ഇതിലുള്ളത്. ശരിക്കും ആൻസർ എന്താണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നാണ്. സോ ഹിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദ്യം എന്താ? ഡ്യൂസൻബെറി വാസ് ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് വിൽ ഹാവ് സീരിയസ് ആൻഡ് അഡ്വൈസ് ഇഫക്റ്റ് ഓൺ BOP ഡ്യൂ ടു. അതായത് ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള അഥവാ ഡെവലപ്പിംഗ് ആയിട്ടുള്ള നേഷനിൽ BOP ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് ജെയിംസ് ഡ്യൂസൻബെറി പറഞ്ഞ റീസൺ എന്താണ്? BOP ഡെഫിസിറ്റിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് ചോദ്യം. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഉണ്ട്, മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്, ബാക്ക് വാഷ് ഇഫക്റ്റ് ഉണ്ട്, സ്പ്രെഡ് ഇഫക്റ്റ് ഉണ്ട്. ഇവിടെ ഏതാ ഡ്യൂസൻബെറി പറഞ്ഞ ഇഫക്റ്റ് ഏതാണെന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇറ്റ് ഈസ് ദി
ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് BOPയിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOP ഡെഫിസിറ്റ് ആവുക എന്നതിനർത്ഥം അല്ലേ. BOPയിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് പറഞ്ഞാൽ എന്താ? BOP ഡെഫിസിറ്റ്. എപ്പോഴാണ് BOP ഡെഫിസിറ്റ് ഉണ്ടാവുക? ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആവുന്ന സമയത്താണ് BOP ഡെഫിസിറ്റ് ഉണ്ടാവുക. അപ്പോഴാണ് BOP വേഴ്സൺ ആവുക. ക്ലിയർ ആണല്ലോ. അതിന്റെ റീസൺ ആയിട്ട് ഈ ജെയിംസ് ട്യൂസൻബെറി പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആണ്. കാരണം എന്താ? ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഇമിറ്റേറ്റിംഗ് ടെൻഡൻസി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇമിറ്റേറ്റ് ദി കൺസംഷൻ പാറ്റേൺ ഓഫ് അനദർ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് സൊസൈറ്റി. ക്ലിയർ ആണല്ലോ. അതായത് മറ്റുള്ളവരുടെ കൺസംഷൻ പാറ്റേൺ ഞാൻ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. അതായത് നമ്മൾ മറ്റ് രാജ്യക്കാരുടെ കൺസംഷൻ പാറ്റേൺ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടുതൽ എന്ത് ചെയ്യും? അമേരിക്കൻ കൾച്ചറായ പിസ്സ, ബർഗർ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ കംപ്ലീറ്റ് അത്തരത്തിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെയുള്ള സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് വർദ്ധിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടും. അത് BOP ഡെഫിസിറ്റിലേക്ക് നയിക്കും. ഓക്കെ, ഈ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ BOP ഡെഫിസിറ്റിലേക്ക് എത്തിക്കുന്നത്. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ കൺസംഷൻ പാറ്റേൺ ഇമിറ്റേറ്റ് ചെയ്യുക ആണല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ കൺസംഷൻ പാറ്റേൺ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാൾ കൂടുന്ന അവസ്ഥ, അതിനെയാണ് എക്കണോമിക്സിൽ BOP ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നിങ്ങൾ നോക്കുക, ജൂലൈ 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു 60% ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 20% നമ്മളൊന്ന് ആലോചിക്കണമെന്ന്. ആ ആലോചിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. കാരണം ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, ആദ്യം ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, BOP ഡെഫിസിറ്റ് എന്താണെന്ന് അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ അറിയെങ്കിൽ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. നോക്കാം. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ആസ് ഇൻകം റൈസസ് ലോവർ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം ഈസ് സ്പെൻഡ് ഓൺ കൺസംഷൻ. അതായത് കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ഇൻകം വർദ്ധിക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. ഇൻകം കൂടുമ്പോൾ ലോവർ പ്രൊപ്പോർഷനെ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു കുസ്നട്ട്, ആസ് ഇൻകം റൈസ് ദി APS റിമൈൻസ് ഫെയർലി സ്റ്റേബിൾ. കുസ്നട്ടിൻ്റെ അഭിപ്രായത്തിൽ ഇൻകം കൂടുമ്പോൾ APSഉം സ്റ്റേബിൾ ആയിരിക്കും. നോക്കുക, ഇതിൽ 2015 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ആൻസർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ആസ് ഇൻകം റൈസസ് ലോവർ പ്രൊപ്പോർഷൻ ഈസ് സ്പെൻഡ് ഓൺ കൺസംഷൻ. ഇൻകം കൂടുമ്പോൾ അതിൽ അതേ പ്രൊപ്പോർഷൻ അല്ല, ലോവർ പ്രൊപ്പോർഷനെ, കുറഞ്ഞ പ്രൊപ്പോർഷൻ നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുള്ളൂ. ശരിയല്ലേ? കെയ്ൻസിന്റെ സൈക്കോളജിക്കൽ ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ? ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് മാനർ. ഇൻകം കൂടി അതേ പ്രൊപ്പോർഷനിൽ കൺസംഷൻ കൂടൂല എന്ന് തന്നെയാണ് കെയ്ൻസ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ റെഡിയാ, ഓപ്ഷൻ എ കറക്റ്റ്. എന്താ? കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ഇൻകം കൂടുമ്പോൾ ലോവർ പ്രൊപ്പോർഷനെ നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? കുസ്നട്ടിന്റെ അഭിപ്രായത്തിൽ ഇൻകം കൂടുമ്പോൾ APS കോൺസ്റ്റന്റ് ആയിരിക്കുന്നു. APSനെ കുറിച്ച് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കുസ്നട്ടിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും കുസ്നട്ടിന്റെ കൺസംഷൻ ഫംഗ്ഷൻ പസിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ആസ് ഇൻകം റൈസസ് APC റിമൈൻസ് കോൺസ്റ്റന്റ്. നമുക്ക് APSഉം APCയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, APC പ്ലസ് APS ഇസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പൊ നോക്കുക, ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? കുസ്നട്ടിന്റെ അഭിപ്രായത്തിൽ ഇൻകം കൂടുമ്പോൾ APS കോൺസ്റ്റന്റ് ആണെന്നാ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുസ്നട്ടിന്റെ കൺസംഷൻ ഫംഗ്ഷനിൽ APC എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. APC കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി APSഉം കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ. എങ്കിൽ മാത്രമാണല്ലോ നമുക്ക് അതിന്റെ ടോട്ടൽ വാല്യൂ 1 എന്ന് കിട്ടുകയുള്ളൂ. അതായത് APC ഇപ്പോൾ 0.5 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ APSഉം 0.5 ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമേ ഇത് രണ്ടിന്റെയും സമ്മേഷൻ 1ലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ APC കോൺസ്റ്റന്റ് ആണെങ്കിൽ APSഉം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 2 അക്കോർഡിംഗ് ടു കുസ്നട്ട്, ആസ് ഇൻകം റൈസസ് APS റിമൈൻസ് ഓൾസോ ഫെയർലി സ്റ്റേബിൾ. അതും ശരിയാണ്. സോ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ, ബോത്ത് A ആൻഡ് B ആർ ട്രൂ.
ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഓപ്ഷനായ എ ആണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് വായിക്കാം. ചില ക്വസ്റ്റ്യന് നല്ല രീതിയിൽ വായിച്ചാൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറിനുള്ള ഒരു ഹിന്റ് ഉണ്ടാവും. മാക്രോന്റെ പ്രത്യേകത അത്. മാക്രോ എന്നല്ല, എക്കണോമിക്സിന്റെ പേപ്പർ 2 ഒരുവിധം സബ്ജക്റ്റുകളുടെ ഇന്ത്യൻ ഇക്കോണമിക്ക് ഒഴിച്ചിട്ടോ, ഇന്ത്യൻ ഇക്കോണമി ഒന്നും ഒരുപക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ മാക്രോയില് നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ഒന്നാമത്തെ തവണ വായിച്ചാൽ മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല, ഒരു 60% ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ ആൻസർ റെഡിയാ നല്ല രീതിയിൽ വായിച്ചു പോയ ഒരാൾക്ക്. പിന്നെ ആ ബാക്കി വരുന്ന 20% അല്ലെങ്കിൽ ബാക്കി 40% ഒന്നുകൂടി ഒന്ന് റീഡ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതിലൊന്നും ഇങ്ങനെയാണ്. The propensity to consume of an individual with respect to his disposable income and wealth depends on his age. അതായത് ഒരാളുടെ ഇൻകവും പ്രൊപ്പൻസിറ്റി ടു കൺസംഷനും തമ്മിലുള്ള റിലേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഏജ് ആണ്. അതേത് തിയറി ഓഫ് കൺസംഷനിലാണ് പറയുന്നതെന്നാണ് ചോദ്യം. പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡിസ്പോസിബിൾ ഇൻകവും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിൻ്റെ ഏജിനെയാണ്. അതായത് ഓരോ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ കൺസംഷൻ എന്നാണ് പറയുന്നത്. അതേത് തിയറിയാ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഇൻ ദി ലൈഫ് സൈക്കിൾ തിയറി. കാരണം എന്താ, ആ ഗ്രാഫിൽ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? അതായത് 25 വയസ്സ് വരെ ഇൻകത്തിനേക്കാൾ കൂടുതൽ സേവിങ് ആയിരിക്കും, അഥവാ ഡിസ്സേവിങ് ആയിരിക്കും. 25 വയസ്സ് മുതൽ 65 വയസ്സ് വരെ എന്തായിരിക്കും? ഇതെന്താണ്? ഇത് കൺസംഷൻ ലൈനാണ്, ഇത് ഇൻകം ലൈനാണ്. ഇപ്പം ഇൻകം കൺസംഷനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് ടൈമിൽ അദ്ദേഹം സേവ് ചെയ്യും. പിന്നെ റിട്ടയർമെൻറ്റിന് ശേഷം വീണ്ടും കൺസംഷൻ ഇൻകത്തിനേക്കാൾ കൂടുതലായിരിക്കും, അതും ഡിസേവ് ആയിരിക്കും. അപ്പോൾ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ കൺസംഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ തിയറി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസിസ്. സോ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ? വിച്ച് among the following approach does not treat consumption to depend upon expected income? 4 കൺസംഷൻ തിയറി തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ 3 തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒന്ന് പറയുന്നത് ഒരാളുടെ കൺസംഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് ഇൻകം അല്ല എന്ന് പറയുന്ന തിയറി ഏതാണ്? സിമ്പിൾ ആണല്ലോ. എക്സ്പെക്റ്റഡ് ഇൻകം അല്ല, കറണ്ട് ഇൻകം ആണ് എന്ന് പറഞ്ഞ ഒരൊറ്റ എക്കണോമിസ്റ്റേ ഉള്ളൂ. അതാരാ? ജെഎം കെയ്ൻസ്. കെയ്ൻസിന്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിൽ അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ദി കറണ്ട് ലെവൽ ഓഫ് അബ്സല്യൂട്ട് ഇൻകം വിച്ച് ഡിറ്റർമൈൻസ് ദി കറണ്ട് കൺസംഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ക്ലിയർ? ഫ്രീഡ്മാൻ്റെ അപ്രോച്ച് അതേതാ? പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ്. ഇനി ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസിസ് അതിലും പറഞ്ഞെന്താ? ഇതിൽ പെർമനന്റ് ഇൻകം ആണ് ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യാന്ന് പറഞ്ഞു. ഇതിൽ ഹോൾ ലൈഫ് ടൈം എക്സ്പെക്റ്റഡ് ഇൻകം ആണ് ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യാന്നാണ് പറഞ്ഞത്. കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ മാത്രമാണ് എക്സ്പെക്റ്റഡ് ഇൻകം അല്ല, മറിച്ച് കറണ്ട് ഇൻകം ആണ് ഒരാളുടെ കൺസംഷനെ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഹിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓൾസോ ഓപ്ഷൻ എ കെയ്ൻസിന്റെ അപ്രോച്ചിലാണ് ഒരാളുടെ കൺസംഷൻ എക്സ്പെക്റ്റഡ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഉള്ളത് എന്ന് പറഞ്ഞത്. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ് അസ്യൂംസ് പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് വേരിയബിൾസ്. 4 ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷനിലുള്ള വേരിയബിൾസ് തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ടെന്ന് മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞത് ഏതിലാണെന്നാണ് ചോദിച്ചത്. അഥവാ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിൽ ഏതൊക്കെ വേരിയബിൾസ് തമ്മിലാണ് പോസിറ്റീവ് റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഇറ്റ് ഈസ് ദി പെർമനന്റ് ഇൻകം വിച്ച് ഡിറ്റർമൈൻസ് ദി പെർമനന്റ് കൺസംഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. പെർമനന്റ് ഇൻകം ആൻഡ് പെർമനന്റ് കൺസംഷൻ. ഈ പെർമനന്റ് ഇൻകവും പെർമനന്റ് കൺസംഷനും തമ്മിലാണ് പോസിറ്റീവ് റിലേഷൻ ഉള്ളത് എന്നതാണ് ആര് പറഞ്ഞത്? മിൽട്ടൺ ഫ്രീഡ്മാൻ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിൽ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കുക, പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി ഇൻകവും അല്ല, പെർമനന്റ് ഇൻകവും ട്രാൻസിറ്ററി കൺസംഷനും അല്ല, ട്രാൻസിറ്ററി ഇൻകവും ട്രാൻസിറ്ററി കൺസംഷനും അല്ല. പെർമനന്റ് ഇൻകത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പെർമനന്റ് കൺസംഷൻ ആണ്. എന്താ ട്രാൻസിറ്ററി ഇൻകത്തിന്റെയും ട്രാൻസിറ്ററി കൺസംഷന്റെയും പ്രത്യേകത?
കാരണം അതൊരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രം പ്രിവെയിൽ ചെയ്യുന്നതാണ്, ടെമ്പററി എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പെർമനന്റ് കൺസംഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി പെർമനന്റ് ഇൻകം അക്കോർഡിംഗ് ടു ദി പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ് ഗിവൺ ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ. സോ ഹിയർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി ഞാൻ ആ തിയറീസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, മാച്ച് ദി ഫോളോവിങ് ചോദിക്കും, അതുപോലെ തന്നെ ഇതിൽ ആദ്യം വന്നത് ഏത് പിന്നെ വന്നത് ഏത് എന്നതൊക്കെ ചോദിക്കും. ഈ ചോദ്യം എങ്ങനെയാണ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇതിനെ ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യുക, ആദ്യം വന്നത് പിന്നെ വന്നത് അങ്ങനെ നോക്കുക. വി ഹാവ് അബ്സല്യൂട്ട് ഇൻകം, പെർമനന്റ് ഇൻകം, ലൈഫ് സൈക്കിൾ, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തീസിസ്. നമ്മൾ പഠിച്ചു തന്നെ കേട്ടോ ഇതിൻ്റെ ക്രൊണോളജി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അബ്സല്യൂട്ട് ഇൻകം ആദ്യം വന്നു, റിലേറ്റീവ് ഇൻകം, ദെൻ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസ്, പിന്നെ 4ാമതായിട്ടാണ് പെർമനന്റ് ഇൻകം വരുന്നത്. അപ്പോൾ 1 2 3 4 1 4 3 2 1 4 3 2 ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ആദ്യം വന്നത് അബ്സല്യൂട്ട് ഇൻകം, പിന്നെ റിലേറ്റീവ് ഇൻകം, പിന്നെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസിസ്, ആൻഡ് ലാസ്റ്റ് വന്നതാണ് എന്ത്, 2ാമത്തെ പെർമനന്റ് ഇൻകം. അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം, റിലേറ്റീവ് ഇൻകം, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസിസ്, പെർമനന്റ് ഇൻകം. ഇനി ഇവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ്റെ പോസിബിലിറ്റിക്ക് കൂടിയുള്ള ആൻസർ പറഞ്ഞിട്ട് പോവാട്ടോ. ചിലപ്പോൾ മാച്ച് ദി ഫോളോവിങ്ങിൽ ഇത് ആരാ തന്നതെന്ന് ചോദിക്കാം. അബ്സല്യൂട്ട് ഇൻകം ആരാ, വേഗം പറയ് ജയം കെയ്ൻസ്. ദെൻ പെർമനന്റ് ഇൻകം ആരാ, ഇറ്റ് വാസ് ഗിവൺ ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ. അതാരാന്ന് നമ്മൾ പറഞ്ഞത്, ഹൂ ഈസ് ദി ഫാദർ ഓഫ് മോണിറ്ററിസം എന്ന സ്കൂൾ ഓഫ് തോട്ടിൻ്റെ പിതാവാണ് മിൽട്ടൺ ഫ്രീഡ്മാന്. എന്നാൽ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസ് 3 ആളുകളാണ്, അത് 3ഉം പഠിച്ചു വെക്കുക. ആൻഡോ, പിന്നെ മോഡിഗിലിയാനി ആൻഡ് ബ്രംബർഗ്. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തീസ് ആരാ, ഇറ്റ് വാസ് ഗിവൺ ബൈ ജെയിംസ് ഡ്യൂസൻബെറി. അപ്പോൾ അബ്സല്യൂട്ട് ഇൻകം, റിലേറ്റീവ് ഇൻകം, പെർമനന്റ് ഇൻകം ആൻഡ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസ്. ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പ്രാക്ടിക്കലാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, നാഷണൽ ഇൻകം കൺസെപ്റ്റുകൾ, അതിലേക്ക് തോട്ടു പോകണം കേട്ടോ. ഇവിടെ പറഞ്ഞത് നോമിനൽ ജി ഡി പി തന്നു, റിയൽ ജി ഡി പി തന്നു. ജി ഡി പി ഡിഫ്ലേറ്റർ കാണാനാ ചോദ്യം. ഒന്ന് ചെയ്ത് നോക്കുക. ജി ഡി പി ഡിഫ്ലേറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ, നിങ്ങൾ പറ, ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ജി ഡി പി ഡിഫ്ലേറ്റർ കാണാനുള്ള ഫോർമുല എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി ഇൻറ്റു 100. ഇനി ക്വസ്റ്റ്യനിൽ നിന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോമിനൽ ജി ഡി പി 11,000 ഡിവൈഡഡ് ബൈ റിയൽ ജി ഡി പി 10,000 ഇൻറ്റു 100. ഇത് വെട്ടി. ഇപ്പോൾ 11/10 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 11/10 ഇൻറ്റു 100. ഈ പൂജ്യവും വെട്ടി. ബാക്കി എന്താ ഉള്ളത്, 11/1 എന്ന് പറഞ്ഞാൽ 11 തന്നെയാണ്. 11 ഇൻറ്റു 10 വിച്ച് ഇസ് ഈക്വൽ ടു 110. So here for this particular question option D 110 is the right answer. ഒന്നുമില്ല, ഫോർമുല അറിഞ്ഞു വെക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോമിനൽ ജി ഡി പി 11,000 ആണ്, റിയൽ ജി ഡി പി 10,000 ആണ്. നോമിനൽ ബൈ റിയൽ ഇൻറ്റു 100, ദറ്റ് ഈസ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് വാട്ട്, ജി ഡി പി ഡിഫ്ലേറ്റർ. അങ്ങനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ 0 വെട്ടിക്കളിച്ചപ്പോൾ അത് 11/10 ഇൻറ്റു 100, പിന്നെയും 0 വെട്ടി, അപ്പോൾ 11/1 ഇൻറ്റു 10 എന്ന് കിട്ടി. 11 ഇൻറ്റു 10 which is equal to 110. 10. So here for this particular question option D is the right answer. Okay? Yeah. ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ ക്രൊണോളജിക്കലി ഓർഡർ ചെയ്യാൻ, അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേ സംഭവം തന്നെ മാച്ച് ദി ഫോളോവിങ് ചോദിക്കാൻ ഇപ്പോൾ 2020 സെപ്റ്റംബറിൽ ചോദിച്ചാട്ടോ. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദി ഫോളോവിങ്. തിയറി തന്നു, അതിൻ്റെ ആരാ കൊണ്ടുവന്ന് പ്രൊപ്പണൻസും തന്നു, എന്നിട്ട് മാച്ച് ചെയ്യാൻ. ഇനി ഓപ്ഷൻ ഇല്ല, നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ് ആരതാണ്, മിൽട്ടൺ ഫ്രീഡ്മാൻ. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തീസിസ് പറയൂ ആരതാണ്,
ജെയിംസ് ഡ്യൂസൻബറി. ഇനി അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തീസിസ് ആരതാണ്? ജെ.എം. കെയ്ൻസ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസിസ് ആരതാണ്? മോഡി ഗിലിയാനി. മോഡി ഗിലിയാനിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ആൻഡോ ആൻഡ് ബ്രംബർഗ്. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് എല്ലാ ക്വസ്റ്റ്യനിലും ഈ മൂന്നാൾക്കാരെ പേര് പറയുന്നത്? അതിങ്ങനെ പറഞ്ഞു പഠിക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. സോ എന്താണ്? പെർമനന്റ് ഇൻകം ഗിവൺ ബൈ മിൽട്ടൺ ഫ്രീഡ്മാൻ, ഹൂ ഈസ് ദി ഫാദർ ഓഫ് വാട്ട്? മോണിറ്ററിസം. മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ് പെർമനന്റ് ഇൻകം. ദെൻ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തീസിസ് ജെയിംസ് ഡ്യൂസൻബറി. 2 ഇഫക്റ്റ് പറഞ്ഞു. ഏതൊക്കെയാണ്? വേഗം പറയൂ. ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്, ഒരാൾ വാങ്ങിയിട്ട് ഞാനും വാങ്ങുക. പിന്നെന്താണ്? റാച്ചറ്റ് ഇഫക്റ്റ്, ഇൻകം കുറഞ്ഞാൽ പെട്ടെന്ന് കൺസംഷൻ കുറക്കില്ല, കാരണം എനിക്ക് എൻ്റെ അന്തസ് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെന്താണ്? അതാണ് അതുമായി ബന്ധപ്പെട്ട് അബ്സല്യൂട്ട് ഇൻകം, സോക്കോൾഡ് നമ്മളെ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് ജെ.എം. കെയ്ൻസ്. ദെൻ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തീസ് ഫ്രാങ്കോ മോഡി ഗിലിയാനി, ആൻഡോ ആൻഡ് ബ്രംബർഗ്. ഇതൊരു മാച്ച് ദി ഫോളോവിങ് 2020 ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അഥവാ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കൺസംഷൻ തിയറീസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ കംപ്ലീറ്റ് നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും 5-8 ക്വസ്റ്റ്യൻ വന്നതിൽ ഒരു 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഒന്ന് തിങ്ക് ചെയ്യേണ്ടതുള്ളൂ. തിങ്ക് ചെയ്താൽ തന്നെ വേഗം തന്നെ ആൻസറിലേക്ക് എത്താനും പറ്റും. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ക്ലിയർ. സോ താങ്ക് യു. നെക്സ്റ്റ് ടൈം കാണാം കേട്ടോ. ബൈ.